ഹലോ എവരിവൺ. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻസ് ഐഡൻറ്റിറ്റിയാണ്. ഈ സെക്ഷനിൽ നമ്മൾ 3 ഗ്രീൻസ് ഐഡൻറ്റിറ്റി ഗോസസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്നു. ഗോസസ് ഡൈവേർജൻസ് തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: For any vector field psi belongs to C1 of D intersection C of D closure and any bounded piecewise smooth domain D, integral D dot del dot psi of xy dx dy is equal to integral dou D psi of x of s y of s dot n cap ds. ഇത് ഇക്വേഷൻ 1 ആക്കിയിട്ട് എടുക്കുന്നു. Let u and v belongs to C2 of D intersection C of D closure. ഇതിൽ C2 of D എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ട്വൈസ് ഡിഫറൻഷ്യബിൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സൈ എന്ന് പറഞ്ഞാൽ ഡെൽ യു ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് അത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ ഡെൽ ഡോട്ട് ഡെൽ യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യുവും ഡെൽ യു ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡോ എൻ യു ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ, വെക്റ്റർ എൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ടിങ് ഇക്വേഷൻ ഇൻ്റഗ്രൽ ഡി ഡെൽറ്റ യു ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ഡി ഡോ എൻ യു ഡി എസ്. ഈ ഇക്വേഷനാണ് ഫസ്റ്റ് ഗ്രീൻസ് ഐഡൻറ്റിറ്റി. ഇനി അടുത്തത് നമ്മൾ സൈ എന്ന് പറഞ്ഞാൽ വി ഡെൽ യു മൈനസ് യു ഡെൽ വി ആയിട്ട് എടുക്കുന്നു. അത് ഇക്വേഷൻ 1ലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ എച്ച് എസ് കിട്ടുന്നത് ഇൻ്റഗ്രൽ ഡി ഡെൽ ഡോട്ട് വി ഡെൽ യു മൈനസ് യു ഡെൽ വി ഡി എക്സ് ഡി വൈ. ഇതിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് റൂൾ പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽ വി ഡെൽ യു പ്ലസ് വി ഡെൽ ഡോട്ട് ഡെൽ യു എന്നുള്ളത് ഡെൽറ്റ യു എന്നാവും, മൈനസ് ഡെൽ യു ഡെൽ വി മൈനസ് യു ഡെൽ ഡോട്ട് ഡെൽ വി. ഇതിൽ ഈ ടേമും ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്നത് ഇൻ്റഗ്രൽ ഡി വി ഡെൽറ്റ യു മൈനസ് യു ഡെൽറ്റ വി ഡി എക്സ് ഡി വൈ. അതേപോലെ തന്നെ ആർ എച്ച് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ഡി വി ഡെൽ യു മൈനസ് യു ഡെൽ വി ഡോട്ട് എൻ ക്യാപ് ഡി എസ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ വി ഡെൽ യു ഡോട്ട് എൻ ക്യാപ് മൈനസ് യു ഡെൽ വി ഡോട്ട് എൻ ക്യാപ്. അതെന്ന് പറഞ്ഞാൽ ഡെൽ യു ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡോ എൻ യു ആണെന്നും ഇത് ഡോ എൻ വി ആണെന്നും നമുക്കറിയാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണല്ലോ, അതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ടൻ്റ് ഇക്വേഷനാണ് ഗ്രീൻസ് ഐഡൻറ്റിറ്റി 2. ഇനി നമ്മൾ തേർഡ് ഗ്രീൻസ് ഐഡൻറ്റിറ്റി കാണണം. അതിനുവേണ്ടി നമ്മൾ സൈ എന്ന് പറഞ്ഞാൽ വി ഡെൽ യു ആയിട്ട് എടുക്കുന്നു. അത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ഡെൽ ഡോട്ട് വി ഡെൽ യു ഡി എക്സ് ഡി വൈ ആക്കി എടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡോട്ട് പ്രൊഡക്റ്റ് റൂൾ പോലെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ഡെൽ വി ഡെൽ യു പ്ലസ് വി ഡെൽ യു ഡി എക്സ് ഡി വൈ. അതേപോലെ ആർ എച്ച് എസും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡെൽ ഡി വി ഡെൽ യു ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ഡി വി ഡോ എൻ യു ഡി എസ്. ഈ രണ്ട് ഇക്വേഷനും എൽ എച്ച് എസും ആർ എച്ച് എസും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഇവിടെ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ടേം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, ഈക്വൽ ടുവിൻ്റെ ആർ എച്ച് എസിക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ഡെൽ വി ഡോട്ട് ഡെൽ യു ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ഡി ഡോ എൻ യു ഡി എസ് മൈനസ് ഇൻ്റഗ്രൽ ഡി വി ഡെൽറ്റ യു ഡി എക്സ് ഡി വൈ.
ഈ ഇക്വേഷനാണ് തേർഡ് ഗ്രീൻസ് ഐഡൻറ്റിറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 7.14. ലെറ്റ് ടി ബി എ സ്മൂത്ത് ഡൊമെയിൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 3 കേസസാണ്. ഇതിൽ ഫസ്റ്റ് വൺ എ, ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഹാസ് അറ്റ് മോസ്റ്റ് 1 solution. ബി, if alpha greater than or equal to 0, then the problem of third kind has at most 1 solution. C, if U solves the Newman problem, then any other solution is of the form B equal to U plus C, where C belongs to R. ഈ പ്രോബ്ലത്തിൽ നമ്മൾ സെക്കൻഡ് വൺ ഈ ബി പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. കാരണം എ എന്ന് പറഞ്ഞാൽ ബിയുടെ ഒരു സ്പെഷ്യൽ കേസാണ്. അതുകൊണ്ട് നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രോബ്ലം ഓഫ് തേർഡ് കൈൻഡ് ഹാസ് അറ്റ് മോസ്റ്റ് 1 solution എന്നാണ്. അപ്പോൾ നമ്മളിതിൽ നമ്മൾ പോസോൺ ഇക്വേഷൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഡി, എന്നിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഓഫ് ദി തേർഡ് കൈൻഡ്, അതാണ് ഇത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് അറ്റ്മോസ്റ്റ് 1 സൊല്യൂഷനാണ് ഉള്ളതെന്ന് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 2 സൊല്യൂഷൻ എടുത്തിട്ട് സൊല്യൂഷൻ യുണീക്കാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ U1 U2 എന്ന് പറഞ്ഞാൽ 2 സൊല്യൂഷന് ഈ പ്രോബ്ലത്തിനുണ്ടെന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് ബി ഈസ് ഈക്വൽ ടു U1 മൈനസ് U2. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ U1 മൈനസ് ഡെൽറ്റ U2. ഈ U1ഉം U2ഉം ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു എഫ് ആൻഡ് ഡെൽറ്റ U2 ഇസ് ഈക്വൽ ടു എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. പിന്നെ ബൗണ്ടറി കണ്ടീഷനിൽ വി പ്ലസ് ആൽഫ ഡെൽ വി ഡെൽ ബൈ ഡെൽ ഡോ എൻ എക്സ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ജി മൈനസ് ജി ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം U1ഉം U2ഉം സൊല്യൂഷൻ ആയതുകൊണ്ട് വി ഈക്വൽ ടു U1 മൈനസ് U2 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. U1 പ്ലസ് ആൽഫ ഡോ എൻ U1 മൈനസ് ഓഫ് U2 പ്ലസ് ആൽഫ ഡോ എൻ ഓഫ് U2. അതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ജിയും ഇതെന്ന് പറഞ്ഞാൽ ജിയും ആയതുകൊണ്ട് ജി മൈനസ് ജി ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0 for all x y in D and v plus alpha dou v by dou n is equal to 0 in the boundary. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞ ഒരു ഹാർമോണിക് ഫംഗ്ഷനാണ്. കാരണം ഈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയതുകൊണ്ട് വി എന്ന് പറഞ്ഞാൽ ഹാർമോണിക്കാണ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എടുക്കുന്നത് ഗ്രീൻസ് തേർഡ് ഐഡൻറ്റിറ്റിയാണ്. ഗ്രീൻസ് തേർഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കുന്നു. ഇതിൽ യു ഇസ് ഈക്വൽ ടു വി ആക്കി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഡി ഡെൽ വി മോഡ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽ ഡി മൈനസ് ആൽഫ ഡോ വി ബൈ ഡോ എൻ ഡോ വി ബൈ ഡോ എൻ ഡി എസ് മൈനസ് ഇൻ്റഗ്രൽ ഡി വി ഡെൽറ്റ വി ഡി എക്സ് ഡി വൈ. ഇതിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. ദെർഫോർ ഈ ടേം എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടൻ്റ് ടേം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇക്വേഷൻ ഇതാണ്. അടുത്തത് നമ്മൾ സൂക്ഷിച്ച് നോക്കുക. ഈ എൽ എച്ച് എസും ആർ എച്ച് എസിലും ഈ എൽ എച്ച് എസിൻ്റെ ടേമിൽ ഈ ടേം സ്ക്വയറാണ്. അതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ ടേമിൽ ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ആൽഫയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ തിയറത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആർ എച്ച് എസ് നെഗറ്റീവും എൽ എച്ച് എസ് പോസിറ്റീവുമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ
രണ്ട് ടേംസും ഈക്വൽ ടു 0 ആണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഡെൽ വി ഇസ് ഈക്വൽ ടു 0യും ഈ ഡോ വി ബൈ ഡോ എൻ ഈക്വൽ ടു 0 ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഡോ വി ഇസ് ഈക്വൽ ടു 0 ഇൻ ഡി ആൻഡ് ഡോ വി ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു 0 ഇൻ ഡോ ഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു 0 ഇൻ ഡോ ഡി. ഇത് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷനിൽ ഈ ഡോ വി ബൈ ഡോ എൻ ഈക്വൽ ടു 0 എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത്. നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, വി പ്ലസ് ആൽഫ ഡോ വി ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വി പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയായിരിക്കുന്നത്. ഇനി ഈ ഡോ വി ഇസ് ഈക്വൽ ടു 0 ഇൻ ഡി ആയതുകൊണ്ട് വി ഒരു കോൺസ്റ്റൻ്റ് ആവും ഡിയിൽ. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ വി എന്ന് പറഞ്ഞാൽ ഡിയിൽ കോൺസ്റ്റൻറ്റും ആവും, ഡീൻ്റെ ബൗണ്ടറിയിൽ 0യും ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബൗണ്ടറിയിലാണ് ഈ വീൻ്റെ മാക്സിമവും മിനിമവും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമവും മിനിമവും 0 ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0 ലെസ് ദാൻ വി ലെസ് ദാൻ 0 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0. വി ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ u1 ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 സിൻസ് വി ഈസ് ഈക്വൽ ടു u1 മൈനസ് u2. This proves that the Robin problem has at most one solution. ഇനി നമുക്ക് എ പാർട്ട് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൽഫ ഈക്വൽ ടു 0 നമ്മുടെ ബൗണ്ടറി കണ്ടീഷനിൽ ഇട്ട് കൊടുത്തു, ബിയിലെ ബൗണ്ടറി കണ്ടീഷനിൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറിച്ലെറ്റ് പ്രോബ്ലം കിട്ടും. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഇൻ ഡി ആൻഡ് യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ജി ഓൺ ഡോ ഡി. അങ്ങനെയാണെങ്കിൽ വി പാർട്ട് അനുസരിച്ച് ഡിറിച്ലെറ്റ് പ്രോബ്ലം ഹാസ് അറ്റ് മോസ്റ്റ് വൺ സൊല്യൂഷൻ. ഇനി സി പാർട്ട് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ u1ഉം u2ഉം രണ്ട് സൊല്യൂഷൻ ഉണ്ട് ന്യൂമൻ പ്രോബ്ലത്തിന് എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഇൻ ഡി ഡോ യു ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു ജി ഓൺ ഡോ ഡി എന്നെടുക്കുന്നു. ഇതിൽ ലെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു u1 മൈനസ് u2. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ u1 മൈനസ് ഡെൽറ്റ u2. u1ഉം u2ഉം ന്യൂമൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ എൻ എന്ന് പറഞ്ഞാൽ ഡോ u1 ബൈ ഡോ എൻ മൈനസ് ഡോ u2 ബൈ ഡോ എൻ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി മൈനസ് ജി വിച്ച് ഇസ് ഈക്വൽ ടു 0, which implies delta w is equal to 0 in D and dou w by dou n is equal to 0 in dou D. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിക് ഫംഗ്ഷനാണ്. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഗ്രീൻസ് തേർഡ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ യു ഈക്വൽ ടു വി ഈക്വൽ ടു ഡബ്ല്യു എന്നുള്ള കേസാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി മോഡ് ഡെൽറ്റ ഡബ്ല്യു ഡോ ഡബ്ല്യു സ്ക്വയർ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ഡി ഡബ്ല്യു ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഡി എസ് മൈനസ് ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു ഡി എക്സ് ഡി വൈ. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിരുന്നു ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 ഇൻ ഡി ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു 0 ഇൻ ഡോ ഡി. അങ്ങനെയാണെങ്കിൽ ഈ ടേമും 0 ആവും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി മോഡ് ഡെൽറ്റ ഡോ that is integral d mod
ഡെൽ ഡബ്ല്യു സ്ക്വയർ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ ടേം ഈക്വൽ ടു 0 ആവും. ദാറ്റ് ഈസ് ഡെൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഡെൽ ഡബ്ല്യു ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ u1 മൈനസ് u2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സി. u1 ഈസ് ഈക്വൽ ടു u2 പ്ലസ് സി ഫോർ എനി സി ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് ഈ സി പാർട്ടും പ്രൂവ് ചെയ്തിരിക്കുന്നു.